മൂന്നാണ്ട് കൂടുമ്പോൾ നിശ്ചിതമായ ആചാരാനുഷ്ഠാനങ്ങളോടെ സംസ്ഥാന സമ്മേളനങ്ങൾ ഇങ്ങനെ നടത്തണോ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ സമ്മേളനങ്ങൾ കാരണം പാർട്ടികൾക്ക് ഗുണമാണോ അതോ ദോഷമാണോ ഉണ്ടാവുക എന്ന് പരിശോധിക്കണം. പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും രഹസ്യമായ കുറ്റങ്ങൾ പരസ്യമാക്കലും കാരണം ചീത്തപ്പേര് കൂടുകയാണോ കുറയുകയാണോ എന്ന് ചർച്ച ചെയ്യണം. കോൺഗ്രസ് ഒക്കെ ഇതുപോലെ സമയാസമയം സമ്മേളനം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ പാർട്ടി തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു പ്രത്യേക സംസ്ഥാന സമ്മേളനം നടത്തിയാലും തെറ്റില്ല. ഈ നിർദ്ദേശത്തോടെ തിരുവാതിരയുടെ സമ്മേളനം ആരംഭിക്കുന്നു. സ്വാഗതം. പിണറായി വിജയൻ 16 കൊല്ലം കൊണ്ട് CPM-നോട് ചെയ്തത് 3 കൊല്ലം കൊണ്ട് CPI-യോട് താൻ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ എന്നറിയില്ല. പന്ന്യൻ രവീന്ദ്രൻ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നതിനേക്കാൾ CPI-ക്ക് പ്രയാസമായിരുന്നു പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരിടുക എന്നത്. പന്ന്യൻ രവീന്ദ്രന്റെ മുടി വളർത്തൽ മുതൽ ആഗോള താപനം വരെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. സെക്രട്ടറി എന്ന നിലയിൽ സുദീർഘമാം വിധം ഒരു വർഷം ഞാനിന്ന് പിന്നിടുകയാണ്. സ്തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം അല്ലേ? ഞങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായം ഒരിക്കലും അടിച്ചമർത്താറില്ല. ഘടകങ്ങളിൽ, കമ്മിറ്റികളിൽ സഖാക്കൾ നിർഭയമായി അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതിന്റെ പേരിൽ ആർക്കും ഒരു പരിക്കും ഇതുവരെ പറ്റിയിട്ടില്ല. ചില മാന്യന്മാർ മുൻപൂടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചതാണ്. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഡിയർ മെമ്പേഴ്സ്, I am secretary of this Netaji Club. Any member shouting is a very, very nonsense. പാർട്ടി സെക്രട്ടറിയുടെ മറുപടി ഒന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഒഫീഷ്യലായിട്ട് പറയാൻ പാടില്ലായിരുന്നു. ശേഷം ധാർഷ്ട്യമില്ലാതെ ലവലേശം ഇത് കാണിക്കാതെ അദ്ദേഹം പറഞ്ഞു, സഹാക്കളുടെ വിമർശനം ഞാൻ കേട്ടു, അത് എൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു പാളിച്ചയാണെന്ന് അദ്ദേഹം വളരെ വിനയാന്വിതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞു. I call you, sorry, kill you. ഇല്ലടാ. ഓ ജൂലേ, നീ പോടാ ജൂലേ. എവിടുന്ന് വന്നടാ? നീ എവിടുന്ന്? പാർട്ടിയിലെ ഐക്യം, സംഘടനാപരമായ ഐക്യം, രാഷ്ട്രീയമായ ഐക്യം, ആ ഐക്യം ഊട്ടിയുറപ്പിച്ച സമ്മേളനമായിട്ടായിരിക്കും ഈ കോട്ടയം സമ്മേളനം ഓർമ്മിക്കപ്പെടുന്നത്. നീ ഒരു പുല്ലും ചെയ്തില്ലടാ, പുല്ലേ നക്കി എരപ്പാളി. അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ. CPI-യുടെ സ്വതന്ത്രമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ജനപക്ഷ പോരാട്ടങ്ങൾ നടത്തുന്ന പാർട്ടിയായി ഇതിനെ മാറ്റിക്കൊണ്ടുവരികയും ചെയ്യുക. ഇപ്പോഴെങ്കിലും ഈ പാർട്ടി വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ജനാധിപത്യ പാർട്ടിയാണെന്ന് അഭിമാനം കൊള്ളുന്ന CPI എന്തിനാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ രംഗമല്ലേ തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനായി എന്ന കാര്യമാണ് വലിയ കാര്യമായി ഇവർ പറയുന്നത്. ഏതായാലും കാനം രാജേന്ദ്രന് പന്ന്യന്റെ പോലെ മുടിയും ഫുട്ബോൾ കമ്പവും ഇല്ലാത്ത കാരണം ആ 2 വഴിക്കുമുള്ള വിമർശനങ്ങൾ ഒഴിവാക്കാനാകും എന്നൊരു ഗുണമുണ്ട്. പന്ന്യനില്ലാത്ത ഗൗരവം കാനത്തിനുള്ളത് കാരണം തമാശകളുടെ വരവ് കുറഞ്ഞു പോകുമോ എന്നൊരാശങ്കയുണ്ട്. പേടിക്കണ്ട, CPM-ന്റെ പുതിയ സെക്രട്ടറി അത് പരിഹരിക്കും. 2 പാർട്ടികളുടെയും സെക്രട്ടറിമാരുടെ പ്രസംഗങ്ങളുടെ ശരാശരി എടുക്കുമ്പോൾ തമാശകളുടെ എണ്ണം എന്നും ഒരുപോലെ ആയിരിക്കണം എന്നൊരു ധാരണ ഇരു പാർട്ടികളുടെയും അഖിലേന്ത്യാ നേതൃത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാ ഹിന്ദുക്കളും സ്ത്രീകൾ 4 കുട്ടികളെയെങ്കിലും പ്രസവിക്കണം എന്നാണ് ഇപ്പോൾ RSSന്റെ നിർദ്ദേശം. RSSന്റെ ഈ നിർദ്ദേശം നടപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റുമോ? ആദ്യം നരേന്ദ്രമോദി അതിന് മാതൃക കാണിക്കണ്ടേ? അതിനാദ്യം എന്ത് ചെയ്യണം? RSS നരേന്ദ്രമോദിയോട് പറയണം, ഭാര്യനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം. ഭർത്താവും ഭാര്യയും ഒന്നിച്ചു നിൽക്കാത്ത ഈ കുട്ടികളെ ഉണ്ടാക്കുന്ന പണി എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്? RSSന് അമ്മാതിരി വിദ്യ അറിയോ? എങ്കിൽ അവരത് പറയട്ടെ. നരേന്ദ്രമോദി പറയുന്നു, ഗണപതി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയോ? ഈ ആനയുടെ തലയും
ഇതും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പ്ലാസ്റ്റിക് സർജറി അന്നേ ഉണ്ടായിരുന്നു. ഏത് വകുപ്പായാലും തിരക്കേടില്ല, ഞങ്ങൾ പണം ഉണ്ടാക്കിക്കൊള്ളാം. അങ്ങനെ തെളിവല്ലേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ദേശീയ ഗെയിംസിന്റെ പേരിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ. ഇപ്പം മന്ത്രിമാരുടെ ഒക്കെ വീട്ടിൽ മിഷൻ വാങ്ങി വെച്ചിരിക്കുകയാണ്, പൈസ എണ്ണുന്ന മിഷൻ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം ഓർഡർ കൊടുത്തത് 20 നോട്ട് എണ്ണുന്ന മിഷനാണ് ഓർഡർ കൊടുത്തത്, കമ്പ്യൂട്ടറിനല്ല ഓർഡർ കൊടുത്തത്. മാണിയുടെ വീട്ടിൽ ആരെങ്കിലും പൈസ കൊണ്ടുപോയി വെച്ചാൽ ഉടനെ എണ്ണാൻ തുടങ്ങും. അതാണല്ലോ ബാർ ഉടമസ്ഥന്മാർ. ആദ്യം 15 ലക്ഷം കൊണ്ട് കൊടുത്തു, ഉടനെ ഉള്ളിൽ കൊണ്ടുപോയി എണ്ണി. മാണിയോട് പറഞ്ഞു കള്ളനോട്ടൊന്നുമില്ല. കേരളം പേര് കേട്ട കള്ളന്മാർ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. കായംകുളം കൊച്ചുണ്ണി, മുളമൂട്ടിൽ അടിമ, ഇത്തിക്കര പക്കി. അവരെങ്ങാനിപ്പോ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുമായിരുന്നു. ഒരാഴ്ച മുമ്പേ സമ്മേളനം തീർത്ത് പുതിയ സെക്രട്ടറിയെയും കണ്ടെത്തിയ CPM പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയനെ EP ജയരാജൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ നിത്യഹരിത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VS അച്യുതാനന്ദനെ പൂർണ്ണമായും ചിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള പണിയും ജയരാജൻ തുടങ്ങിവെച്ചു. സമയം നോക്കി പുകഴ്ത്താനും ഇകഴ്ത്താനും EP-യെ കഴിഞ്ഞേ ഉള്ളൂ കണ്ണൂരിൽ ആളുകൾ. VS-ന് 93 വയസ്സായില്ലേ? ഒരു പ്രായാധിക്യമുണ്ട്. പ്രായാധിക്യം വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദൗർബല്യങ്ങളും ഒരു മനുഷ്യനുണ്ടാവും. അത് ചിന്തയിലുണ്ടാവും, ഓർമ്മശക്തിയിലുണ്ടാവും. ഇവർ ചെറുപ്പക്കാരൻ ഓർമ്മിക്കുന്ന പോലെ പ്രായാധികമുള്ളവരെ ഓർമ്മിക്കാൻ കഴിയും. കരുത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനം അതിന്റെ കർമ്മധീരനായിട്ടുള്ള പടയാളി, പോരാളി, തേരാളി, അതാണ് സഖാവ് VS അച്യുതാനന്ദൻ. ആ സഖാവ് VS വീണ്ടും ഈ കേരളത്തെ നയിക്കും. അത് ഈ വൈര്യ നിര്യാതന ബുദ്ധി എന്ന് പറയുന്നതിന് അതാണ്. അതൊരു പ്രത്യേക, അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ഈ അസൂയ എന്ന് പറയുന്നില്ലേ, അത് പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഒരു അസൂയ, അതൊരു മനുഷ്യൻ്റെ ഒരു ശീലമായിട്ട് കാണുകയാണ്. അതുപോലെയുള്ളതാണ് ഈ വൈര്യ നിര്യാതന ബുദ്ധി എന്ന് പറയുന്നത്. അത് മനുഷ്യരിലുണ്ടാകുന്ന ഒരു പ്രത്യേക രീതിയാണ്. നമ്മുടെ പത്രക്കാർക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പറഞ്ഞേക്കാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. ആ ഗവൺമെന്റിനെ സഖാവ് VS നയിക്കും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ആലോചിക്കാനായി രാഹുൽ ഗാന്ധി ലീവ് എടുത്തു. രാഹുൽ ലീവ് എടുക്കുന്നത് ഏതായാലും കോൺഗ്രസിന് രക്ഷപ്പെടാനുള്ള ഒരവസരമാണ്. ലീവ് എടുത്തിരുന്ന് പാർട്ടിയെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കും എന്ന് പറയുന്നിടത്താണ് ഭീഷണിയുള്ളത്. ലീവ് എടുത്തോളൂ, പക്ഷെ ഒന്നും ആലോചിക്കരുത് എന്നാണ് പ്രിയപ്പെട്ടവർ രാഹുലിനോട് പറയുന്നത്. രാഹുലിൻ്റെ തിരോധാനം നാട്ടുകാർക്ക് തമാശയാണെങ്കിലും സോണിയാമ്മ ആകെ വിഷമത്തിലാണ്. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി എഴുതുവാൻ പോയ കിടാവ് വന്നീല, എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി. വീടും വിട്ട് എങ്ങോട്ടോ ഓടിപ്പോയ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ, എന്ത് പറ്റിയെന്നറിയാൻ വന്നതാ. ഇവിടെ ചിലര് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിഹാസത്തോട് പറയാറുണ്ട്, കോൺഗ്രസ് ഉപാധ്യക്ഷൻ കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നപ്പോൾ ആകാശം ഇടിച്ചു പോയി എന്ന്. ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളം. എവിടെയാണ് നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങളിങ്ങനെ തേടി നടക്കുന്നത്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്പരാനെ ഫോട്ടോ പിഞ്ചു കുഞ്ഞാണല്ലേ. ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? വല്യമ്പരാനെ മുറിച്ച മുറി. കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ സാന്നിധ്യം തന്നെ ഇവിടേക്ക് പലർക്കും പേടിയാണ്. കുറച്ച് ദിവസം ഇവിടെ ഇല്ലെങ്കിൽ പലർക്കും അതിനെക്കുറിച്ച് കളിയാക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി അഹോരാത്രം 24 മണിക്കൂറും രാജ്യത്തുടനീളം ഊണും ഉറക്കവും ആരോഗ്യവും ഉപേക്ഷിച്ചുകൊണ്ട് സഞ്ചരിച്ച അദ്ദേഹത്തിന് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം എന്നൊരാവശ്യമുണ്ട്. ആളില്ല പാടത്തിൽ അങ്ങുമിങ്ങും അവനെ വിളിച്ചു
വേളിച്ചു നടന്നാളം. പാർട്ടിയിൽ പ്രവർത്തിക്കാനായി ഉള്ള ജോലിയിൽ നിന്ന് ലീവ് എടുക്കുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. എന്നാൽ പാർട്ടിക്കു വേണ്ടി ജോലി ചെയ്യാനായി പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത ആദ്യത്തെ മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. ബജറ്റ് സമ്മേളന കാലത്ത് ലോക്സഭയിൽ ഇരുന്നുറങ്ങി നാട്ടുകാരെ വെറുപ്പിക്കാത്തത് ഏതായാലും നന്നായി. എന്റെ ആദ്യ കൂടുക അവന്റെ ജാതകം എഴുതി അന്ന് തുടങ്ങിയല്ലോ നമ്മൾ ഈ തീരുന്നാൻ. മനസ്സ് വിഷമിപ്പിക്കാണ്ടിരിക്കുക. ഒന്നും വരാണ്ട് ഭഗവതി നോക്കിക്കോളും. നമ്മൾ അവനെ അത്ര സൂക്ഷിച്ചും കണ്ടുവല്ലേ നോക്കുന്നത്. ആ എന്തായാലും നാളെ ആ പണിക്കരെ ഒന്ന് വിളിപ്പിക്കണം, ഒന്ന് നോക്കിക്കാലോ. ആ ശരി. അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥിരമായി പോയതല്ല. അദ്ദേഹം മടങ്ങി വരാൻ പോകുന്നത് കൂടുതൽ ഊർജ്ജസ്വലനായിട്ടാണ്. കൂടുതൽ കരുത്തനായി, കൂടുതൽ ഊർജ്ജസ്വലനായി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ രംഗത്തിറങ്ങി. കുന്നിൻ ചെരുവേല കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളം. അദ്ദേഹത്തിൻ്റെയും സോണിയാഗാന്ധിയുടെയും തന്നെ എനിക്ക് സംശയമില്ല നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ്സാണ് ഇന്ത്യക്ക് മാതൃക കാണിക്കണം. ഞാൻ പലയിടത്തും പറഞ്ഞതാണ്. കാട്ടിലും മേട്ടിലും പുക്കാളമ്മ കാണാഞ്ഞു കേണു നടന്നാളമ്മ. കാട്ടിലും മേട്ടിലും പുക്കാളമ്മ കാണാഞ്ഞു കേണു നടന്നാളമ്മ. അമ്മേ മഹാമായി രക്ഷ. ഇപ്പൊ ദശാസന്ധ്യ. ലഗ്നാധിപനും അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം. പിന്നെ രാഹുർ ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരവും. ഗുളികന്റെ ഇരിപ്പും ചൊവ്വയുടെ കൂടെയാണ്. അഗ്നിഭയം, ജലഭയം ഇത്യാദിയാണ് ഫലം. ചൊവ്വയുടെ ഇരിപ്പുദോഷം ശക്തമായുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ പണിക്കരെ? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വിധിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഇനിയൊരു ഇടവേളയാണ് ഈ പരിപാടിയുടെ വിധി. അതിനുശേഷം കാണാം. ഇനി CPM വക ചില കലാപരിപാടികളാണ്. സ്ഥാനമൊഴിയുന്ന പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും വരെ എന്ത് ചെയ്യുമെന്ന് ചിലർക്ക് സംശയമുണ്ടായിരുന്നു. പിണറായി തന്നെ ആ സംശയം തീർത്തു. അദ്ദേഹം കാഥികന്റെ വേഷം എടുത്തണിഞ്ഞിരിക്കുകയാണ്. നാട് മുഴുവൻ നടന്ന് കഥ പറച്ചിലാണ് പണി. ഞാനൊരു കൊച്ചു കാഥികനായിരുന്നു. തന്റെ കഥകൾ ഏതൊക്കെയാ? മാനം മറന്ന മേഘം അഥവാ മേഘം മറന്ന മാനം, സാമൂഹ്യം, ധൃതരാഷ്ട്രാലിംഗനം, പുരാണം, ചരിത്രം, ബൈബിൾ. അന്ന് എൻ്റെ സ്കൂളിലെ മലയാളം വിദ്വാനായിട്ടുള്ള ശങ്കരൻ മുൻഷി ഉണ്ടായിരുന്നു. ഒരു കഥാപ്രസംഗം നടത്തണം, അത് വിദ്യനാവട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ അതുവരെ സംസാരിച്ചൊരു ശീലമില്ല. ചുവന്നമാനം, രാഷ്ട്രീയം, മാറിപ്പോയ കുത്ത് അഥവാ ആ കുത്തുമാരെ കൊണ്ടു, ബംഗാളി. ഇതിലേത് കഥ വേണം സാർ? എനി ചോയ്സ്? ഈ ബംഗാളി എന്ന് പറഞ്ഞാൽ ബംഗാളി ഭാഷയിലാണോ കഥ പറയുന്നത്? അല്ല സാർ, ബംഗാളി നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കാരം. ഒരു കാര്യം എഴുതി തയ്യാറാക്കി, കവിത രീതിയിലാണ്. അപ്പം അന്ന് കഥാപ്രസംഗത്തിന് ഈ സാധനം ഇങ്ങനെ മുട്ടണല്ലോ. അതും അതെ, ചപ്പളാക്കട്ടെന്നോ അമ്പളാക്കട്ടെന്നെല്ലാം പറയും. അങ്ങനെ അതിങ്ങനെ മുട്ടണം. അപ്പം അത് മറ്റൊരു അധ്യാപകൻ ശീലിപ്പിച്ചു. അപ്പോൾ കഥ വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ലോകപ്രശസ്തമായ ഒഥല്ലോ. തന്നെക്കുറിച്ച് തന്നെയുള്ള കഥയാണ് കാഥികൻ പിണറായി പറയുന്നത്. വില്ലൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒറ്റുകാരനും ചതിയനുമാണ് ആ ആൾ. കൈമാറി അടിമയായി പോയവൻ ഏതേതു നാടുകളിൽ. പൂവിരിച്ച പാതകളിലൂടെ നടന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എതിരെ വരുന്ന കത്തിമുനകൾക്കും വാൾമുനകൾക്കും ഇടയിലൂടെ തന്നെയായിരുന്നു യാത്ര. സേനയിൽ ചേർന്നവൻ പോരാടിയത്രയോ ജീവൻ മരണ സമരഭൂവിൽ. മെല്ലെ ഉയർന്നുയർന്നു വെനീസിലെ സർവസൈന്യാധിപനാണോഥല്ലോ, സർവസൈന്യാധിപനാണോഥല്ലോ.
നടന്നു തീർത്ത പാതകളിലേതിനേക്കാൾ കഠോരമാകാം ഇനിയുള്ള യാത്ര എന്നറിയാം. സ്വന്തം കഴിവുകൊണ്ട് വെനീസിലെ സർവ്വസൈന്യാധിപനായി ഉയർന്നിരിക്കുന്നു. ഒഥല്ലോയുടെ പട്ടാളത്തിലെ പതാകവാഹകനാണ് ഇയാഗോ. ഇയാഗോയുടെ മനസ്സിൽ ഒഥല്ലോയെ സംബന്ധിച്ച ഒരു പ്രതികാര ബുദ്ധി ഇരുന്ന് പുകയുന്നുണ്ട്. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ. മറക്കുവാനരുതാപ്പെരുമാറ്റം മധുരോദാരം മന്ദസ്നേഹം ആയുവസുന്ദരനം യുവതലമുറയുടെ മാതൃകയായി. അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. വരട്ടെ, സന്ദർഭം വരുമ്പോൾ ഇവനെ ഞാൻ പിടിച്ചോളാം. ഇങ്ങനൊരു പ്രതികാര ബുദ്ധി അവന്റെ മനസ്സിൽ പുകയുന്നുണ്ട്. കഥാപ്രസംഗ പരിപാടിയുടെ ഉദ്ഘാടനം CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തന്നെ നടന്നു. അന്നത്തെ പിണറായിയുടെ പ്രസംഗം മുഴുവൻ VS കേൾക്കാൻ മാത്രമുള്ളതായിരുന്നു. പാർട്ടിയെ വിരട്ടരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം VSനെ വിരട്ടി. അങ്ങനെയാണ് ആ കഥ പുരോഗമിച്ചത്. രക്തസാക്ഷിത്വം ഏത് കമ്മ്യൂണിസ്റ്റുകാരും വിലമതിക്കേണ്ട ഒരു കാര്യമാണ്. അതിനേക്കാളും വലിയ ഒന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ല. നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ 2 തല്ലുകൊണ്ടു അല്ലെ എവിടുന്നെങ്കിലും ഒരു കുത്ത്, ഏതിൻ്റെയെങ്കിലും ഒന്നിനെ കൊണ്ടൊരു കുത്തുകൊണ്ട്, അതൊക്കെ ആ ജീവൻ ത്യജിച്ചവരുടെ ത്യാഗത്തിന് മുന്നിൽ എത്രയോ നിസ്സാരമായിട്ടുള്ളതാണ്. നാം ഏതൊരു വ്യക്തിയായാലും പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ടു പോകണം. എൻ്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിൽ പുരക്കെ തൂണിനെങ്കിലും പേടിക്കണം. ഏത് കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലായിരിക്കണം. അതിൻ്റെ മുന്നിൽ ദുരഭിമാനം ആവശ്യമില്ല. നാം കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുവിൻ്റെ മുന്നിലാണ്. ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം. ആരും വേറൊന്നും പറഞ്ഞില്ല, ഞാനും മറ്റൊന്നും പറയുന്നില്ല. എന്നെടുത്താൽ മതി. പക്ഷേ വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. അതും നമ്മൾ ഓർക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ്. ഓർത്താൽ നല്ലത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. കണ്ണൂരിൽ നായനാർ അനുസ്മരണത്തിലായിരുന്നു അടുത്ത കഥ പറച്ചിൽ. EK നായനാരുടെ ജീവിതമായിരുന്നു കഥയ്ക്ക് തിരഞ്ഞെടുത്തത് എങ്കിലും പറഞ്ഞത് മുഴുവൻ VSനെ കുറിച്ച്. VSന്റെ ജീവിതം പറയാൻ വേണ്ടി നായനാരുടെ കഥ തിരഞ്ഞെടുത്തു എന്ന് കരുതിയാൽ മതി. നായനാർ കേരളത്തിലെ മാധ്യമ ലോകത്തിൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. എല്ലാ ഘട്ടത്തിലും ആ വരുന്ന ചോദ്യങ്ങളുടെ രീതിക്കനുസരിച്ച് മറുപടി പറയുന്ന നായനാരെയാണ് നാം കണ്ടിട്ടുള്ളത്. PB മെമ്പർ എന്നുള്ള നിലയിൽ ഉള്ള ആ ഒരു മാന്യതയോട് കൂടിയിട്ടുള്ള ആ ഒരു വിമർശനം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിനും ബാധകമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ. ഇരുന്ന് തന്നെയായിരുന്നു മറുപടിയല്ല. പത്രസമ്മേളനം തീരാറാകുന്ന ഘട്ടത്തിൽ എഴുന്നേറ്റൊരു ഭാഗത്ത് മാറി നിന്ന് പാർട്ടിക്കെതിരായി വല്ലതും പറഞ്ഞു കളയുമോ എന്നൊരാശങ്ക നായനാരെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള നിലയിലുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കാണുന്നത് മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നു. ദീർഘകാലം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഏതൊരു മന്ത്രിയെയും സംരക്ഷിക്കുന്ന നിലപാട് മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൂ. അയാളെ വിളിച്ചു വരുത്തി, എടോ പോഴാ, ഈ കാര്യം ശരിയല്ല, മറ്റേത് താൻ പറഞ്ഞിട്ടുള്ളത് ശരി, അതിന് വേണ്ട ചെയ്യാം എന്നുകൂടി എൻ്റെ സഹപ്രവർത്തകരായ അവരെ മനസ്സിലാക്കി കൊടുത്ത് കറക്റ്റ് ചെയ്ത് ശരിയായ പാതയിൽ കൊണ്ടുവരിക എന്നുള്ളതും എൻ്റെ ചുമതലയായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രതിപക്ഷത്ത് നിന്ന് വിമർശനം ഉയർന്ന് ആ വിമർശനത്തിൻ്റെ കൂടെ അണിചേർന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്ന നായനാരെ ഒരു ഘട്ടത്തിലും കണ്ടിരുന്നില്ല. ഗവൺമെന്റ് കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരക്കാരായിട്ടുള്ള അഴിമതിക്കാരെ പേറിക്കൊണ്ട് അഴിമതി വിരുദ്ധം ഇങ്ങനെ നടക്കാനത് എത്ര ദിവസം കഴിയും? എപ്പോഴും
പാർട്ടിക്ക് വിധേയനായിരുന്നു അദ്ദേഹം. CPM വക അടുത്തിടെ അരങ്ങേറിയ ഏറ്റവും നല്ല കലാരൂപം ബൃന്ദ കാരാട്ടും ശ്രീമതി ടീച്ചറും ചേർന്ന് അവതരിപ്പിച്ച സംഗതിയായിരുന്നു. പിണറായിയുടെ കഥകൾ അതിനുശേഷമേ വരൂ. കഥാപ്രസംഗം മാത്രം പോരാ, പാട്ടും ഡാൻസും ഒക്കെ ആയി ഒന്ന് കൊഴിപ്പിക്കണം. ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഈ പാട്ടുകാരുടെയും ഡാൻസുകാരുടെയും കാര്യം എങ്ങനെയാണ്? എന്റെ അറിവിൽ ഒരു സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു സിസ്റ്റേഴ്സ് നിന്ന് രണ്ടുപേര്, അവരൊരു ഗ്യാങ് എന്ന് വെച്ചാൽ ആപ്പോണ സിസ്റ്റേഴ്സ് ആണോ? അവരൊരമ്മ പറ്റതല്ലെങ്കിലും രണ്ടച്ഛന്റെ മക്കളാണ്. വെൽക്കം വെൽക്കം. ഞങ്ങൾ എടപ്പള്ളി സിസ്റ്റേഴ്സ്. ഈ സിസ്റ്റേഴ്സിന് ബ്രദേഴ്സ് ഇല്ല, അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. അതെ. And Srimati will translate. She's a very good speech maker, but she will translate for me also. എന്നാ തുടങ്ങട്ടെ മിസ്റ്റർ മുതുകുളം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം, ലാൽ സലാം. പുനഃപ്രവാലർ ധീര രക്തസാക്ഷികളെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്നാ നാളെ കെട്ടിക്ക് പിടിച്ചോളൂ. വന്ദനം സദസ്യരേ, വന്ദനം ബഹുമാന്യരേ, വന്ദനം 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 വന്ദനം. They are crying. What is crying in Malayalam? Kariya. Kariya. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഇത് കണ്ട്. കോൺഗ്രസ് പ്രവർത്തനത്തിൽ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. What is leave in Avadi? Avadi. Rahul Gandhi Avadi. People have given Rahul Gandhi Avadi. Big brother has gone from Delhi. What is big brother? Vilyatan Avadi, Manmohan Singh. Now Kutti. Small brother is left here. Anyan is left. Chandi government is Arimadi government. That we know. കോമ്രേഡ് ബൃന്ദക്കാരായിട്ട് പറഞ്ഞത് ശരിക്കും ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ല. മലയാളം ഇംഗ്ലീഷും കൂടി ആയതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ചാണ്ടി ഗവൺമെൻറ് പൂർണ്ണമായും ഒരു അഴിമതി ഗവൺമെൻറ്റായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. Usually people will swim in the sea, isn't it? But this Chandi government is swimming in madhyam. മദ്യത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുകയാണ് ഉമ്മൻചാണ്ടി. ഇപ്പോൾ are two sides of the same coin. What is it coin? Nanayam. You know Nanayam? Modi Nanayam and Congress Nanayam. One Nanayam. But something worse is happening in Kerala. ബട്ട് കേരളത്തിൽ അതിനേക്കാൾ അങ്ങേയറ്റം വേഴ്സ് ആയിട്ടുള്ള വളരെ ദുഷിച്ച ഒരു സമീപനമാണ് കേരളത്തിൽ, ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൃന്ദ കാരാട്ട് ഏതായാലും പ്രകാശ് കാരാട്ടിനേക്കാൾ നന്നായി മലയാളം പറയുന്നുണ്ട്. എങ്ങനെ പഠിച്ചു എന്ന സംശയം എല്ലാവർക്കും ഇതോടെ മാറിക്കാണും. പ്രേക്ഷകരുടെ ബാക്കിയുള്ള സംശയങ്ങൾ അടുത്ത ആഴ്ച മാറ്റാം. തിരുവൈതറവയുടെ മുൻ എപ്പിസോഡുകൾ മനോരമ news.com യൂട്യൂബിലുമുണ്ട്. കാണുക. അടുത്തയാഴ്ച വീണ്ടും കാണാൻ വരെ നന്ദി, നമസ്കാരം.